ഗുഡ് വിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കലരി ക്യാരറ്റ് പായസമാണ്. അതിനായി നമ്മളൊരു 100 ഗ്രാം ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായി വാഷ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്കൊരു വിസിലടിച്ച് വേവിക്കാം. നമ്മുടെ അരി ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ക്യാരറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നെയ്യ് ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 250 ഗ്രാം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 4 ഏലക്കായും കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഇവിടെ നന്നായി സോട്ടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ലിറ്റർ പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റ് ഒന്ന് നമുക്ക് നന്നായി ഒന്ന് പാലിൽ വേവിച്ചെടുക്കാം. നമ്മുടെ ക്യാരറ്റൊക്കെ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കലരി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്ക പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം നല്ല തിക്കായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്ത് ചേർക്കാം. അങ്ങനെ നമ്മുടെ ഉണക്കലരി ക്യാരറ്റ് പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു ഡെസേർട്ട് ബോളിലേക്ക് മാറ്റാം.
അങ്ങനെ നമ്മുടെ ഉണക്കലരി ക്യാരറ്റ് പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.